കോർപ്പറേറ്റ് വർഗീയ കൂട്ടുകെട്ടിൻ്റെ ഭരണം കേരളത്തെ ഒരു മൂന്നാംകിട രാജ്യമാക്കി ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റാനുള്ള ഒരു ശ്രമമാണ്. ആ കേരളത്തിൻ്റെ വളർച്ചയാകെ തകർക്കാനുള്ള ശ്രമമാണ്. ഇതിനെതിരായിട്ടുള്ള കേരളത്തിലെ ജനങ്ങളുടെ പോരാട്ടമാണ് ഇന്ന് നടക്കുന്നത്. ഈ വിഷയം ജനങ്ങളിലേക്ക് കാര്യമായി എത്തപ്പെട്ടതായിട്ട് SRPD ഒരു കാഴ്ച ജനങ്ങളുടെ എത്തിക്കാനുള്ള ശ്രമമാണ്. ഇതൊരു തുടക്കമാണ്. തുടർന്ന് ഇതിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ജനങ്ങളെ അണിനിരത്താനും സമരം നടത്താനുമുള്ള പരിപാടികൾ ഉണ്ടാവും. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ നിരന്തരം ഈ വിഷയങ്ങൾ ജനങ്ങളോട് സംസാരിക്കുന്നുണ്ട്. മാധ്യമങ്ങൾ അതിനെ എങ്ങനെ സമീപിക്കുന്നു എന്നത് SRP വിലയിരുത്തിയിട്ടുള്ളതാണ്. ജനങ്ങളിലേക്ക് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, മറച്ചുവെക്കപ്പെട്ട യാഥാർത്ഥ്യം ജനങ്ങളോട് വിശദീകരിക്കാനാണ് ഈ യാത്ര എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതിൻ്റെ തുടർച്ചയിൽ ഇപ്പോൾ മനുഷ്യച്ചങ്ങല വരുന്നു, ഇനി ദില്ലിയിലെ സമരം വരുന്നു. അപ്പോൾ ജനങ്ങൾ എങ്ങനെ മാധ്യമങ്ങളുടെ വലിയ ശ്രദ്ധയോ ഇടപെടലോ ഇല്ലെങ്കിൽ പോലും ജനങ്ങളിലേക്ക് ഇത് എത്തുന്നുണ്ടോ? കാര്യം ജനങ്ങളെ എത്തിക്കാനുള്ള ശ്രമമാണ് ഈ നടത്തുന്നത്. തീർച്ചയായും എത്തുന്നുണ്ട്. ജനങ്ങളെ അണിനിരത്താൻ കഴിയും. ആ നിലയിൽ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് വളരെ ശക്തിമത്തായ ഒരു പോരാട്ടം നടത്താനാണ് ഞങ്ങളുടെ ധാരണ. ഗൗതം മാഷേ, ഏതായാലും രാജ്ഭവനിൽ ഈ സമരത്തെ ആകെ വീക്ഷിക്കാൻ എത്തിയിരിക്കുകയാണ്. DYFIയുടെ പഴയ നേതാവ് കൂടിയാണ്. 87-ൻ്റെ മനുഷ്യച്ചങ്ങലയുടെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങയുടെ മനസ്സ് ഇപ്പോഴേ ഈ കാഴ്ചകൾ കാണുമ്പോൾ എന്താണ് കേരളത്തിലെ പ്രേക്ഷകരോട് പറയാൻ തോന്നുന്നത്? കേരളത്തിനും രാജ്യത്തിനും നല്ല പ്രതീക്ഷ നൽകുന്നതാണ് ഈ സമര പോരാട്ടം. ലക്ഷക്കണക്കിന് ജനങ്ങളെ അണിനിരത്താനുള്ള ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെയും അതോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള ഇടതുപക്ഷ മനസ്സും, അതാണ് കേരളത്തിൽ ഈ സമരവുമായിട്ട് ബന്ധപ്പെട്ട് കണ്ട ഒരു കാഴ്ച. ഇവിടെ DYFI ആണ് സമരത്തിന് ആഹ്വാനം ചെയ്തത്. പക്ഷേ ജനങ്ങൾ മുഴുവൻ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് പങ്കെടുക്കുന്ന നിലയാണ് സമരവുമായിട്ട് ബന്ധപ്പെട്ട് മനുഷ്യച്ചങ്ങലയിൽ ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 14 ഈ എല്ലാ ജില്ലകളിലും ഇതൊരു വലിയ ബഹുജന ജനകീയ സമരമായി മാറുന്നതിൻ്റെ വിവരങ്ങളാണോ, റിപ്പോർട്ടുകളാണോ സെക്രട്ടറിക്ക് എത്തുന്നത്? ഓരോ ദിവസം കഴിയും തോറും അതിവിപുലമായ രീതിയിലുള്ള ജനപങ്കാളിത്തം രൂപപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അതാണ് നമ്മുടെ കണ്ടിട്ടുള്ള കാര്യം. ഇതിനിടയിൽ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ദില്ലിയിലൊക്കെ സമരം ചെയ്യാൻ വിളിച്ചാൽ അതിന് വേറെ ആളെ നോക്കണമെന്നാണ് പറയുന്നത്. അല്ല, പ്രതിപക്ഷ നേതാവ് ഇവിടെ തന്നെ വിളിച്ചു ചേർത്ത നിരവധി പരിപാടികൾ അങ്ങനെയായിരുന്നു. കാരണം ഇവിടെ നവകേരള സദസ്സിന് ബദലായി ഞങ്ങൾ വിചാരണാ സദസ്സ് നടത്തുമെന്ന് പറഞ്ഞു. ആ വിചാരണാ സദസ്സിലൊന്നും ആൾ കൂടിയില്ല. സ്വാഭാവികമായിട്ടും അതെല്ലാം അങ്ങേയറ്റം പരാജയമായിരുന്നു. ആ ഒരു നില DYFIയുടെ ഈ സമരത്തിന് മനുഷ്യച്ചങ്ങല തീർക്കുന്നതിനുണ്ടാവില്ല എന്നിപ്പോഴേ രാജ്യത്തിൻ്റെ മുമ്പിൽ നമ്മുടെ അനുഭവം സാക്ഷ്യമാവുകയാണ്. പ്രതിപക്ഷത്തെയും തുറന്നു കാട്ടാൻ, UDF എന്ന പ്രതിപക്ഷത്തെയും തുറന്നു കാട്ടാൻ LDFന് ഇതിലൂടെയൊക്കെ കാര്യമായി കഴിയുന്നുണ്ടോ? അല്ല, കേന്ദ്രത്തിൻ്റെ അവഗണനക്കെതിരായിട്ടുള്ള സമരത്തിൽ യഥാർത്ഥത്തിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ജനപ്രതിനിധികളും പങ്കെടുക്കേണ്ടതാണ്. പക്ഷെ അതിന് ഞങ്ങളില്ല. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് അവർ പറഞ്ഞത് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണെന്നാണ്. രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് ജനങ്ങളെ ശിക്ഷിക്കുകയാണ്. ജനങ്ങൾക്കെതിരായിട്ട് ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്ന, കേന്ദ്ര ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിനെ ഫലപ്രദമായി പ്രതിരോധിക്കേണ്ടുന്ന കേരളത്തിലെ ജനത, അതിൻ്റെ വ്യത്യസ്ത പാർട്ടികൾ, അവർ യോജിച്ച് നിൽക്കുന്നതിന് പകരം രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് പറയുന്ന നില ജനങ്ങൾ കൃത്യമായിട്ട് വിലയിരുത്തും. അതാണ് കാര്യം. ഏതായാലും ആവേശകരമായി മനുഷ്യച്ചങ്ങലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിലയിലുള്ള ഒരു പ്രചാരണം ഇവിടെ നടന്നു വരുന്നതിനിടയിലാണ് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും അതുപോലെ തന്നെ ശ്രീ S രാമചന്ദ്രൻ പിള്ളയും നമ്മളോട് സംസാരിച്ചത്. വളരെ ശക്തമായി തന്നെ ഈ സമരത്തിലൂടെ വളരെ കൃത്യമായ താക്കീത് കേന്ദ്ര സർക്കാരിനും അതുപോലെ തന്നെ കേരളത്തിന്റെ പൊതു ആവശ്യങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന നയിക്കുന്ന UDF എന്ന പ്രതിപക്ഷത്തിനും ഒരു മെസ്സേജാണ്, ഒരു സന്ദേശമാണ് ഈ ജനകീയ സമരം നൽകുന്നത് എന്നുകൂടിയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്.